പ്രിയ സുഹൃത്തുക്കളെ, ഹൈസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധമായ പഞ്ചതന്ത്രം കഥകളാണ്. ലോകത്തിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ചുരുക്കം ചില ഗ്രന്ഥങ്ങളിലൊന്നാണ് പഞ്ചതന്ത്രം. 200 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണിത്. യുവാക്കളെയും അനുഭവജ്ഞാനം കുറഞ്ഞവരെയും പ്രത്യേകം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കഥകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ തത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. കുറുക്കൻ, സിംഹം, എലി, മുതല, കാക്ക, മൂങ്ങ മുതലായ ജീവികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മനുഷ്യൻ്റെ സാധാരണ ഗുണങ്ങളും തിന്മകളും മൃഗങ്ങളുടെയും പക്ഷികളുടെയും സംഭാഷണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ കഥകളിൽ മനുഷ്യർ അനുദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രായോഗികമായ സാരോപദേശങ്ങളും ഗുണപാഠങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. ദക്ഷിണാപഥത്തിലെ മഹിളാരോപ്യം എന്ന ദേശത്തെ രാജാവായിരുന്നു അമരശക്തി. ദക്ഷിണദേശം എന്ന് പറയുന്നത് ഉത്തര മധുരാപുരിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു. അമരശക്തി രാജാവിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ബുദ്ധിഹീനരും ദുർബുദ്ധികളുമായിരുന്നു. പുത്രന്മാരുടെ ബുദ്ധി ഉണർത്താനും അവരെ സമർത്ഥരും കാര്യപ്രാപ്തി ഉള്ളവരുമാക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു. അവരിൽ സുമതി എന്ന മന്ത്രിയുടെ ഉപദേശപ്രകാരം രാജാവ് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് കേൾവി കേട്ട വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണനെ ആളയച്ചു വരുത്തി പുത്രന്മാരെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വിഷ്ണു ശർമ്മ ലോകത്തിലെ ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും ആറ്റിക്കുറുക്കി അരിച്ചെടുത്ത് മനോഹരമായ 5 ഗ്രന്ഥങ്ങൾ, അതായത് തന്ത്രങ്ങൾ രചിച്ചു. അവയോരോന്നും അമരശക്തിയുടെ പുത്രന്മാരെ പഠിപ്പിച്ചു. അവർ അറിവുള്ളവരായി തീരുകയും ചെയ്തു. ഈ തന്ത്രങ്ങൾ യഥാക്രമം മിത്രഭേദം, അതായത് ഡിസോണൻസ് എമംഗ് ഫ്രണ്ട്സ്, ശത്രുക്കളെ തമ്മിൽ അകറ്റുക. 2 മിത്രസംപ്രാപ്തി, വിന്നിങ് ഓഫ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ നേടൽ. 3 കാകോകിലീയം, സ്റ്റോറി ഓഫ് ക്രോസ് ആൻഡ് ഔൾസ്, കാക്കയുടെയും മൂങ്ങയുടെയും കഥ. 4 ലപ്തപ്രണാശം, ലോസ് ഓഫ് വാട്ട് ഈസ് അറ്റൈൻഡ്, നേടിയത് നഷ്ടപ്പെടുത്തുക. 5 അപരിക്ഷിത കാരകം, അത് കൺസിഡേർഡ് ആക്ഷൻ അല്ലെങ്കിൽ ആലോചിച്ചുള്ള പ്രവൃത്തി എന്നിവയാണ്. ഒന്നാമത്തെ തന്ത്രം മിത്രഭേദം. ഇതിൽ 23 കഥകളാണ് ആകെയുള്ളത്. മിത്രങ്ങളെ തന്ത്രപൂർവ്വം ഭിന്നിപ്പിച്ച് തൻ കാര്യം നേടാമെന്നതാണ് ഈ തന്ത്രത്തിലൂടെ വ്യാഖ്യാനിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ കരടകനെന്നും ദമനകനെന്നും പേരുള്ള 2 കുറുക്കന്മാരാണ്. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സിംഹത്തെയും കാളയെയും ഏഷണികൾ പറഞ്ഞ് ഭിന്നിപ്പിച്ച് കാര്യസാധ്യം നടത്തുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കഥയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കഥ സജീവകൻ. അതിൻ്റെ ടൈറ്റിൽ സജീവകൻ എന്നാണ്. ദക്ഷിണാപഥത്തിലെ മഹിളാരോപ്യം എന്ന പട്ടണത്തിൽ ധർമ്മിഷ്ഠനും ധനികനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. വർദ്ധമാനകൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം അദ്ദേഹം ആലോചിച്ചു, ചെമ്പുകുടവും മൺകുടവും തമ്മിൽ എന്ത് ബന്ധം? കഴുതപ്പുലിയും ചെമ്മരിയാടും തമ്മിൽ എന്ത് ബന്ധം? അതുപോലെ ധനവാനും ദരിദ്രനും തമ്മിൽ എന്ത് ബന്ധം? ധനവാൻ വീഴാൻ തുടങ്ങിയാൽ താങ്ങാൻ നിരവധി പേരുണ്ടാകും. ദരിദ്രൻ വീഴാൻ തുടങ്ങിയാൽ അവനെ തള്ളിയിടും. ധനവാൻ വിഡ്ഢിത്തം പുലമ്പിയാലും അത് ജ്ഞാനവചസ്സുകളായി കണക്കാക്കപ്പെടും. വിരൂപനാണെങ്കിലും സുന്ദരനായി കണക്കാക്കപ്പെടും. വൃദ്ധനാണെങ്കിലും യൗവനയുക്തനായി കണക്കാക്കും. ജരാനരകൾ വരിയിൽ വരാ നാരികളാരുമേ, വരാഹം അതായത് സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ ജരാനരയും ഭൂഷണം എന്നാണല്ലോ വ്യാസഭാഷ്യം. പണം കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ലോകത്തിലില്ല. ദരിദ്രൻ എവിടെയും അപമാനിക്കപ്പെടുന്നു. എന്തിനും ഏതിനും പണം വേണം. ധനവാന് എവിടെയും ബഹുമാനിക്കപ്പെടുന്നു. അതുകൊണ്ട് ഉചിതമായ മാർഗത്തിലൂടെ ഏതു വിധേയനെയും പണം സമ്പാദിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് വ്യാപാരം ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കാനായി വർദ്ധമാനകൻ ഭൃത്യന്മാരോടൊപ്പം കാളവണ്ടികളിൽ കച്ചവട സാധനങ്ങളുമായി മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ ഒരു കാട്ടിൽ വെച്ച് വണ്ടിയുടെ ഭാരക്കൂടുതൽ കാരണം നുകം പൊട്ടി സജീവകൻ എന്നൊരു കാള വീണുപോയി. വർദ്ധമാനകൻ 3 രാപകൽ കാത്തിരുന്നിട്ടും കാള തളർന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റില്ല. അപ്പോൾ അദ്ദേഹം കാളയെ നോക്കാൻ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് മറ്റുള്ള സേവകരുമായി മധുരാപുരിയിലേക്ക് യാത്രയായി.
സജീവകനെ നോക്കാൻ നിർത്തിയ ഭൃത്യന്മാർ പിറ്റേ ദിവസം തന്നെ അവനെ കാട്ടിലിട്ടേച്ച് വേഗം യാത്ര ചെയ്ത് വർദ്ധമാനകൻ്റെ അടുത്തെത്തി. സജീവകൻ ചത്തുപോയെന്നും അവനെ ചിതകൂട്ടി ദഹിപ്പിച്ചുവെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. വർദ്ധമാനകൻ സങ്കടത്തോടെ മധുരാപുരിയിലേക്ക് തിരിച്ചു. എന്നാൽ സജീവകൻ ചത്തിരുന്നില്ല. യമുനാനദിയിൽ നിന്ന് വരുന്ന ഇളം കാറ്റേറ്റ് ബോധം വന്ന് അവൻ പതുക്കെ നടന്ന് യമുനാ തീരത്തെത്തി. അവൻ അവിടെ വളർന്നു നിന്നിരുന്ന പുല്ല് തിന്ന് വെള്ളവും കുടിച്ച് ക്രമേണ ശക്തനായി തീർന്നു. ആനയെപ്പോലെ മുക്രായിട്ട് അവൻ തികഞ്ഞ ആരോഗ്യവാനായി നടന്നു. ഇതിൽ ഒരു സാർവലൗകിക തത്വമുണ്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്. വിധി രക്ഷിക്കാൻ ഉറച്ചവനെ കാട്ടിലെറിഞ്ഞാലും അവൻ ജീവിക്കും, ഐശ്വര്യം പ്രാപിക്കും. എന്നാൽ വിധി നശിപ്പിക്കാൻ ഉറച്ചവനാണെങ്കിൽ വീട്ടിലായിട്ടും കാര്യമില്ല. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയാറില്ലേ? അതായത് ആപത്തുകാലത്ത് അർത്ഥങ്ങൾ അനർത്ഥങ്ങളായിട്ടും അനർത്ഥങ്ങൾ അർത്ഥങ്ങളായിട്ടും തോന്നും, നല്ലവർ ചീത്തയായിട്ടും ശത്രുക്കൾ മിത്രന്മാരായിട്ടും തോന്നും. അങ്ങനെ അവർ നാശത്തിലെത്തും. അങ്ങനെയിരിക്കെ ഒരു ദിവസം പിങ്കളകൻ എന്നൊരു സിംഹം വെള്ളം കുടിക്കാൻ യമുനാ നദിയുടെ കരയിലെത്തി. മൃഗരാജാവിനോടൊപ്പം പരിചാരകരായ അനേകം മറ്റു മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവൻ സജീവകൻ്റെ മുക്രായിടുന്ന ശബ്ദം കേട്ടു. അത് ഏതോ അതിശക്തനായ ജീവിയാണെന്ന് വിചാരിച്ച് സിംഹം പേടിച്ചുപോയി. അപ്പോൾ തോന്നിയ പരിഭ്രമം പുറത്തു കാണിക്കാതെ പരിവാരങ്ങളെ വിളിച്ചുകൂട്ടി അവൻ ഒരാൽച്ചുവട്ടിൽ പോയിരുന്നു. പിങ്കളകൻ്റെ കൂട്ടത്തിൽ കരടകനെന്നും ദമനകനെന്നും പേരുള്ള 2 കുറുക്കന്മാരുണ്ടായിരുന്നു. കുറുക്കന്മാർ സ്വതവേ ബുദ്ധിശാലികളാണല്ലോ. അവനൊരു കുറുക്കനാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഒരു കൗശലക്കാരനാണ് എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. മൃഗങ്ങളിൽ കുറുക്കനെയും പക്ഷികളിൽ കാക്കയെയുമാണല്ലോ കൗശലക്കാരായി പൊതുവെ പരിഗണിക്കുന്നത്. ഇവിടെ ദമനകൻ സ്വകാര്യമായി കരടകനോട് പറഞ്ഞു, വെള്ളം കുടിക്കാൻ യമുനാ നദിയുടെ കരയിലേക്ക് വന്ന നമ്മുടെ യജമാനൻ ദുഃഖഭാവത്തിൽ ആൽച്ചുവട്ടിൽ കുത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? കരടകൻ പറഞ്ഞു, അവനവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നവൻ നശിച്ചു പോകും. അവനവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബുദ്ധിമാന്മാർ ഇടപെടാറില്ല. അങ്ങനെ ഇടപെടുന്നവൻ, അതായത് അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവൻ ആപ്പൂരിയ കുരങ്ങനെ പോലെ നശിക്കും. ഈ കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ ദമനകൻ ചോദിച്ചു, എന്താണ് ആ കഥ? അതാണ് 2ാമത്തെ കഥ. സുഹൃത്തുക്കളെ, അപ്പോൾ 1ാമത്തെ എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞു. ഇനി ആ 2ാമത്തെ കഥ അത് നാളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ്.